അപ്പോൾ ഇന്നത്തെ പരീക്ഷണം കുക്കർ നെയ്ച്ചോറ്. സംഭവം വേറെ ഒന്നല്ല കേട്ടോ, എനിക്ക് ചിക്കൻ ബിരിയാണി കഴിച്ച് മടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു റൈസ് വേറെ ചിക്കൻ വേറെ അങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, ആദ്യം തന്നെ റൈസ് വേവിച്ചു. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നും വേണ്ടല്ലോ, സാധാ പോലെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ റൈസ് അങ്ങ് വേവിച്ച് വെക്കുക, പിന്നെ കറി സെപ്പറേറ്റ് ഉണ്ടാക്കുക. എനിക്ക് പേഴ്സണലി ഇങ്ങനെ ചിക്കൻ ബിരിയാണിനേക്കാളും ഇഷ്ടം ഇങ്ങനെ റൈസ് വേറെ ചിക്കൻ വേറെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ചിക്കൻ ഞാൻ പിന്നെ ഇപ്രാവശ്യം കുറച്ച് വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് റോസ്റ്റ് പോലെ രീതിയിൽ വെച്ചു. ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് മസാല ഒന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇച്ചിരി ചിക്കൻ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തു, പിന്നെ ജസ്റ്റ് ഒന്ന് വേവിച്ച പോലെ ആക്കി മാറ്റി വെച്ചായിരുന്നു. അപ്പം പിന്നെ ഇതിനകത്തോട്ട് ഇതും കൂടി ചേർത്തു, അപ്പത്തിന് എൻ്റെ റൈസ് റെഡിയായി. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് നട്ട്സും പിന്നെ ഉള്ളി മുപ്പിച്ചതും കൂടി ഇട്ടിട്ട് അത് ഇളക്കിയെടുത്തു. അപ്പോൾ തന്നെ എൻ്റെ കറിയും ആയി. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ടിട്ട് സംഭവം സെറ്റായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഒരു മുട്ടയും കൂടി പൊഴിഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരീക്ഷണം എന്തായാലും സക്സസ് ആയി. അപ്പോൾ ഓക്കെ, ബൈ.